മുണ്ടത്തിക്കോട്ടെ ഉഗ്രസ്ഫോടനത്തിന് പിന്നാലെ കാണാതായ 4 പേർക്കായി തിരച്ചില് തുടരുന്നു. സ്ഫോടനത്തിന്റെ തീവ്രതയില് മൃതദേഹങ്ങള് തിരിച്ചറിയാന് കഴിയാത്ത വിധം ചിതറിപ്പോയത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തില് ഇതുവരെ 9 മൃതദേഹങ്ങള് കണ്ടെത്തിയതില് 8 ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കാണാതായ സുരേഷ് സിസ്റ്റർ, അഭിജിത്ത്, വിഷ്ണു, ഗിരീഷ് എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങള് ഊർജിതമാക്കി. നിലവില് തിരിച്ചറിയാന് കഴിയാത്ത ഒരു മൃതദേഹവും 29 ശരീരഭാഗങ്ങളും ദുരന്തസ്ഥലത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയുന്നതിനായി ബന്ധുക്കളുടെ DNA സാമ്പിളുകള് ശേഖരിച്ചു. 3 ദിവസത്തിനുള്ളില് പരിശോധനാഫലം ലഭ്യമാകുമെന്ന് ജില്ലാ കളക്ടര് അറിയിച്ചു. അപകടകാരണം കനത്ത ചൂടാണെന്ന പ്രാഥമിക നിഗമനങ്ങളെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന് തള്ളി. അപകടത്തിന് പിന്നില് ഷോർട്ട് സർക്യൂട്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട് ഇക്കാര്യത്തില് നിർണായകമാകും. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നുവെങ്കിലും നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങള് ലംഘിക്കപ്പെട്ടിരുന്നോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചുവരികയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ADMന്റെ നേതൃത്വത്തിലുള്ള പ്രാഥമിക തെളിവെടുപ്പും ശരീരഭാഗങ്ങൾക്കായുള്ള പരിശോധനയും പൂർത്തിയായി. സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപത്തെ കുളത്തില് നടത്തിയ തിരച്ചിലില് ശരീരഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ലെങ്കിലും ചില നിർണായക വസ്തുക്കള് ലഭിച്ചിട്ടുണ്ട്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. തൃശൂര് മെഡിക്കല് കോളേജില് ചികിത്സയിലായിരുന്ന മുതുതല കോഴിക്കോട്ടിരി സ്വദേശി പ്രവീണ് അന്തരിച്ചതോടെ ആകെ മരണസംഖ്യ 14 ആയി. 90% പൊള്ളലേറ്റ നിലയിലായിരുന്ന പ്രവീണിന് ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല. ഇദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കല് കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. നിലവില് 13 പേരുകൂടി മെഡിക്കല് കോളേജില് ചികിത്സയിലുണ്ട്. ഇതില് 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനാല് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്ഫോടനത്തില് സർക്കാര് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയില് ഇന്ന് ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് അന്വേഷണത്തിന് തീരുമാനമായത്. ദുരന്തത്തില് മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ നൽകാനും തീരുമാനമായിട്ടുണ്ട്. സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. ജസ്റ്റിസ് സിസ്റ്റർ രാമചന്ദ്രന് നായര് ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തില് മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയില് നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില് നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരിക്കേറ്റവർക്ക് ദുരന്തപ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില് നിന്നും 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായും അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു.